എറണാകുളം ഇടപ്പള്ളിയിൽ ടോൾ ജംഗ്ഷന് സമീപം ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമം. ഭാര്യ നീനുവിനെ നടുറോട്ടിൽ കഴുത്തറുത്ത് കൊല്ലാൻ ശ്രമിച്ചു. ഭർത്താവ് പോലീസ് കസ്റ്റഡിയിൽ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഇടപ്പള്ളിയിലെ കൗൺസിലറുടെ പ്രതികരണത്തിലേക്ക്. പരിക്കേറ്റവരെ നമുക്ക് ഇവിടെ തന്നെ താമസിക്കുന്നതാണ്. വർഷങ്ങളായി അവരറിയാവുന്ന ഒരു കുടുംബമാണ്. നീനുവിൻ്റെ കുടുംബത്തെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ഭാര്യ ഭർത്താവാണ് ഇവർ രണ്ടുപേരും പിരിഞ്ഞ് താമസിക്കുകയാണ്. പെൺകുട്ടിയുടെ വീട്ടിൽ തറവാട്ടിലാണ് താമസിക്കുന്നത്. ഇടയ്ക്ക് ഈ പറയുന്ന ആഷ്ലി ഇപ്പോൾ കുത്തിയ ആൾ ഭർത്താവ് 2-3 തവണ വീട്ടിൽ വന്നിട്ട് സമാനമായ രീതിയിൽ ബഹളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ കഴിഞ്ഞു പോയി. പക്ഷേ ഇതുപോലത്തെ ഒരു അറ്റംപ്റ്റിലേക്ക് വരുമെന്ന് സംബന്ധിച്ച് ധാരണ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നെന്നാണ് ചോദിച്ചപ്പോൾ പെൺകുട്ടി അച്ഛൻ നമ്മൾ പറഞ്ഞത്. അല്ല, അതിൻ്റെ ഇൻറ്റേണലായിട്ടുള്ള കാര്യം നമുക്കറിയില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മാറി താമസിച്ചതിന് ശേഷം ഇവിടെ വന്ന് വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പോലീസ് പരാതി കൊടുത്തതായിട്ട് നമ്മുടെ അറിവിലില്ല. രാവിലെ ഇപ്പോൾ ജോലിക്ക് പോകുന്നതിന് വേണ്ടി ആ കുട്ടി അവിടെ നിന്ന് വരികയാണ്. ഇവിടെ നിന്ന് തൊട്ടപ്പുറത്ത് അമ്പലം റോട്ടിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. ജോലി ചെയ്യുന്നതിന് ആ ജോലിക്ക് കയറുന്ന വേണ്ടി പോകുന്ന വഴിയിലാണ് വന്ന് തടഞ്ഞു നിർത്തി ഈ കൃത്യം ഇവിടെ ചെയ്തിട്ടുള്ളത്. ഏകദേശം 9:30 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇയാൾ ഇത് കഴിഞ്ഞ ശേഷം നേരെ പോയി കീഴടങ്ങാണ് ചെയ്തിട്ടുള്ളത്. കുട്ടി രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി. തൊട്ടപ്പുറത്ത് തയ്യൽക്കട നടത്തുന്ന അനിത 1-2 പേര് വന്ന് അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. കിൻഡറിൽ പ്രാഥമിക ചികിത്സ നടത്തിയിട്ടുണ്ട്. കുറച്ച് ആഴത്തിലുള്ള മുറിവും ക്രിട്ടിക്കലും ആയതിൻ്റെ പേരിൽ കുറേ കൂടി നല്ല ചികിത്സ ലഭ്യമാക്കാൻ വേണ്ടി അമൃത ഹോസ്പിറ്റലിലേക്ക് കുട്ടിയെ ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അമൃതയിൽ കാഷ്വാലിറ്റി ഓപ്പറേഷൻ തിയേറ്ററിൽ ഇപ്പോൾ സർജറിക്ക് വേണ്ടി കയറ്റിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ചേതനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ചേതൻ, എന്തായാലും നടന്നത് ഒരു അതിക്രൂര കൃത്യമാണ്. അത്തരമൊരു ശ്രമമാണ് നടന്നത്. ഈ കൗൺസിലറിന്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇവർ തമ്മിൽ നേരത്തെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതാണോ ഇങ്ങനൊരു കൃത്യം നടത്താനായിട്ട് അതിലേക്ക് നയിച്ചത്? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? ഇപ്പോൾ ഈ പരിക്കേറ്റ സ്ത്രീയുടെ ആരോഗ്യനിലയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? കീർത്തി, രാവിലെ ഏകദേശം 9:30 ഈ സംഭവം നടക്കുന്നത്. എറണാകുളം ഇടപ്പള്ളി ടോൾ ജംഗ്ഷന് സമീപമുള്ള AKG റോഡിലാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഭാര്യ നീനു രാവിലെ ജോലിക്കായി പോകുന്ന വഴിയിൽ ഭർത്താവായ ആഷ്ലിൻ നീനുവിനെ തടഞ്ഞു നിർത്തി കത്തി കൊണ്ട് കഴുത്തിൽ ആഴത്തിൽ കുത്തുകയായിരുന്നു. ഈ കുത്തേറ്റ ഉടൻ തന്നെ നീനു ഓടിച്ചെന്ന് സമീപത്തുള്ള കടയിലേക്ക് ഓടിക്കേറി അവരുടെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് സഹായം അഭ്യർത്ഥിച്ചു. അങ്ങനെ നാട്ടുകാർ ചേർന്നാണ് ഈ നീനുവിനെ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയായ കിൻഡർ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. പിന്നീട് വിദഗ്ധ ചികിത്സയിലേക്ക് അമൃത ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇവർ തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. ഒരു വർഷത്തിലേറെയായി ദാമ്പത്യത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇത് മൂർച്ഛിച്ചാണ് ഇപ്പോൾ ഈ കൊലപാതക ശ്രമത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നീനു ഓപ്പറേഷന് വിധേയമായിരിക്കുകയാണ്. ആരോഗ്യനിലയിൽ ചെറിയ തോതിൽ ഒരു പുരോഗതി ഉണ്ടെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. കുടുംബ വഴക്കാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പോലീസിന്റെ ഇപ്പോൾ പറയുന്നത്. കീർത്തി, ശരി, ചേതനാണ് ആ വിവരങ്ങൾ.